കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതും തോട്ടം മേഖലയിലെയും പ്രധാന ആശ്രയമായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അസ്ഥിരോഗ വിദഗ്ധന്റെ സേവനവും ഇവിടെ ലഭ്യമല്ല. അപകടങ്ങളിലടക്കം പരിക്കേൽക്കുന്ന രോഗികൾ ഇതോടെ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നവർ. മധ്യവേനൽ അവധിക്കാലമായതിനാൽ നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. ശബരിമല തീർത്ഥാടന കാലത്തും എക്സ്റേ ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ അപകടങ്ങളുടെ നിരക്കും കൂടുതലാണ്. ദേശീയപാതയിലടക്കം റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പരിക്കേറ്റവരെയും മറ്റു രോഗികളെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് എത്തിക്കുന്നത്. ഇവരുടെ എക്സ്റേ എടുക്കാൻ സൗകര്യമില്ലാതെ വരുന്നത് ചികിത്സ വൈകിപ്പിക്കുകയും മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നത് അധിക ചെലവടക്കം രോഗികളെ ദുരിതത്തിലാക്കുന്നു. പീരുമേട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ദിനം പ്രതി നൂറുകണക്കിന് രോഗികളാണ് വന്നു പോകുന്നത്. ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുന്നതായി ഉണ്ട്. ഇവിടെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഈ ആശുപത്രി കൊണ്ട് ചികിത്സ തേടി വരുന്നത്. എന്നാൽ ഇവിടെ കുറേ മാസങ്ങളായി എക്സ്റേയുടെ പ്രവർത്തനം നിലച്ചു പോയിട്ടുണ്ട്. ആ എക്സ്റേ പ്രവർത്തനം നിലച്ചതുകൊണ്ട് സാധാരണ ആളുകൾ, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാലോ കയ്യോ ഒക്കെ ഒടിഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ചതവ് പറ്റിയാൽ പോലും എക്സ്റേ എടുക്കാൻ മേലാത്ത സ്ഥിതിയുണ്ട്. അതിനെ ആശ്രയിക്കേണ്ടത് പുറത്തു പോയി ഇരട്ടി പൈസ കൊടുത്ത് എക്സ്റേ എടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ, അതായത് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ നമ്മുടെ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം സജ്ജമാകാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3 മാസത്തിലധികമായി എക്സ്റേ യൂണിറ്റ് തകരാറിലാണ്. ഒപ്പം മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയ അസ്ഥിരോഗ വിദഗ്ധന്റെ ഒഴിവും നികത്തിയിട്ടില്ല. ഇത് പരിഹരിച്ച് രോഗികൾ നേരിടുന്ന പ്രധാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികളാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.